എന്താണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. എപ്പോഴാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല, കാരണം റെക്കോർഡ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, എന്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ പറയുന്ന ഒരു അക്കൗണ്ടിങ്, +1 അക്കൗണ്ടിങ് എന്താണ്, +1 അക്കൗണ്ടിങ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക, ഒരു റാപ്പിഡ് റിവിഷൻ. പെട്ടെന്ന് അവസാന നിമിഷം എല്ലാം കൂടെ ഒന്ന് കേട്ടിട്ട് പോയാ, അല്ലെങ്കിൽ പഠിച്ചിട്ടിരിക്കുന്നവർക്ക് ഒരു ഒരു റീവൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നീ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ ഈ ഉദ്യമം ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഐ ആം റെഡി വിത്ത് ദാറ്റ് ജോബ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ എത്തി നിൽക്കുന്നു. ഓക്കെ, 2 പേരായിരിക്കും ക്ലാസ് എടുക്കുന്നത്, ഞാനും വേറൊരു ടീച്ചറും കാണും. ഓക്കെ, അപ്പം ആ പറയുന്ന ടീച്ചറും ഞാനും കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അക്കൗണ്ടിങ് സബ്ജക്റ്റ് എടുക്കുന്നത്. കാരണം അത്രത്തോളം വാസ്റ്റ് ആണ് അക്കൗണ്ടിങ് സബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 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 എന്താണ് ഒരു ഒഴുക്കിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഈ പഠിച്ചു വരുന്നതിന്റെ ഒരു ഒഴുക്കിനനുസരിച്ച് ഞാൻ എടുത്തങ്ങ് പോകും. ഓക്കെ, നമ്മളൊരു കഥ കണക്ക് പറഞ്ഞങ്ങ് പോകും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് തുടങ്ങും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ തുടങ്ങും. ചെന്ന് നിൽക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഏറ്റവും ലാസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ്, മേ ബി എന്തായിരിക്കും, മാനേജർ റെമ്യൂണറേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് വരെ ആയിരിക്കും എന്റെ ക്ലാസ് വന്ന് ചെന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു ഒരു 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 ഒഴുക്കിനനുസരിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, നമ്മളെ ടെക്സ്റ്റ് ബുക്കില് ഇപ്പം ജേണൽ എന്താണെന്ന് പഠിക്കാറുണ്ട്, നമുക്ക് കുറെ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ദെൻ ഒരു തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുക്കത്തേ ഉള്ളൂ. അതൊരു പക്ക തിയറി ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ഞാൻ ഏറ്റവും ലാസ്റ്റ് റിവൈസ് ചെയ്യത്തേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അകത്ത് പ്രോബ്ലം ഒന്നുമില്ല. അക്കൗണ്ടിങ്ങിൽ പഠിക്കണത് എന്താണ്, പ്രോബ്ലം ആണ് പഠിക്കേണ്ടത്. അക്കൗണ്ടിങ് ഈസ് നോട്ട് എ തിയറി സബ്ജക്ട്, ഈസ് എ പ്രോബ്ലം പേപ്പർ. അതൊരു പ്രോബ്ലം പേപ്പർ ആണ്. നമ്മൾ എന്തേ പഠിക്കുള്ളൂ, പ്രോബ്ലമേ പഠിക്കുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമേ നമുക്ക് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന ആരാണ് അക്കൗണ്ടൻസിയുടെ ഫാദർ നിങ്ങൾക്ക് അറിയാം, ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈസ് എൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം അതിനു മുന്നേ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം. നമുക്ക് ആദ്യം അക്കൗണ്ടിങ് ഇക്വേഷനും കഴിയാം. അക്കൗണ്ടിങ് ഇക്വേഷൻ കഴിഞ്ഞാല് അക്കൗണ്ടിങ് ഡെഫിനിഷൻ പറഞ്ഞിട്ട് ശരിക്കുമുള്ള അക്കൗണ്ടിങ്ങിലോട്ട് നമുക്ക് കയറാം. ഓക്കെ, ശരിക്കുമുള്ള അക്കൗണ്ടിങ്ങിലോട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, ശരിക്കുമുള്ള അക്കൗണ്ടിങ്ങിലോട്ട് നമുക്ക് കയറാം. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് ഇക്വേഷൻ? എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അസറ്റ്സ്, ടോട്ടൽ അസറ്റ്സ്, സോറി പേന മാറിപ്പോയി. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ആ പറയുന്ന കമ്പനിയിലെ ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടി കൂട്ടുന്നതാണ്. ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടി കൂട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിനൊരു വേറൊരു അർത്ഥമുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ A=L+C എന്നാണ് ഇക്വേഷൻ പറയുന്നത്. ആര്? ലൂക്കോ പാസിയോളി എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യം കൊണ്ടുവന്നത്. ലൂക്കോ പാസിയോളി പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ എടുക്കുകയാണ്, നമ്മളിപ്പോ ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നത്, ആ ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് കാണും.
ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ ട്രാൻസാക്ഷൻ എന്തുണ്ട്? 2 ആസ്പെക്ട്സ് കാണും. ഒരു ആസ്പെക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റിസീവിങ് ആസ്പെക്ട് എന്നും മറ്റേ ആസ്പെക്റ്റിനെ ഗീവിങ് ആസ്പെക്ട് എന്നും വിളിക്കും. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗീവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും വിളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, സംശയമൊന്നുമില്ല. ഓക്കെ, ഡെബിറ്റിലും ക്രെഡിറ്റിനെയും പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്താണ്? ഒരു പർട്ടിക്കുലർ കോളം കാണും അല്ലേ? നമുക്ക് എന്ത് കാണും? ഒരു പർട്ടിക്കുലർ കോളം കാണും. സോറി, സ്പെല്ലിംഗ് മാറിപ്പോയി. പർട്ടിക്കുലർ കോളം കാണും. ദെൻ പർട്ടിക്കുലർ കോളം കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ കോളം ട്രാൻസാക്ഷൻ എഴുതാനുള്ള കോളം കാണും. ദെൻ നമ്മൾ ഇക്വേഷൻ വരും. എന്താണ്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷൻ വരും. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷൻ വരും അല്ലേ? ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലല്ല, സോറി, ഞാൻ വേറെ കമ്പനിയിലോ സബ്ജക്ട് എടുക്കുന്നുണ്ട്. കമ്പനി വരും. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു വളഞ്ഞൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ സാധാരണ ക്ഷമിക്കുക. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലയബിലിറ്റിയും ഇപ്പുറത്തെ അസറ്റും അല്ലേ? ഇപ്പുറത്തെ ലയബിലിറ്റി ഇപ്പുറത്തെ അസറ്റും ഇല്ല. അല്ല സാർ, അങ്ങനെയല്ല. തിരിച്ചാണ്. ലയബിലിറ്റിയും അസറ്റുമാണ് വരുന്നത്. നമ്മളെ പറ്റിക്കാൻ നോക്കണം, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, അല്ല, ഞാനും പണ്ട് ഫസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങിയ സമയത്ത് തെറ്റിക്കുമായിരുന്നു ഈ സംഭവം. ലയബിലിറ്റീസും അസറ്റ്സും 2 സൈഡ് കാണും. ഞാൻ എമൗണ്ട് കോളം ചെയ്യുന്നില്ല, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം. നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, ഏത് ക്ലാസ്സിൽ? നിങ്ങളെ +1 ക്ലാസ് ഇരിക്കുന്ന സമയത്ത് മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് സാറേ ഈ പറയുന്ന ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലും അസറ്റ്സ് റൈറ്റ് സൈഡിലും വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ലയബിലിറ്റീസ് ലെഫ്റ്റ് സൈഡിലും അസറ്റ്സ് റൈറ്റ് സൈഡിലും വരുന്നത്? ലയബിലിറ്റിക്ക് എല്ലാം ആയത് കൊണ്ടാണ് ലെഫ്റ്റ്? ഒരിക്കലും അല്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണോടെ? ഫണ്ട് വേണം. അല്ലെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. എന്ത് വേണം? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് വേണം. ഈ പറയുന്ന ഫണ്ട്, ക്യാപിറ്റൽ എങ്ങനെയൊക്കെ വരും? ഒന്ന്, ആ പറയുന്ന കമ്പനിയിലെ ഓണർ കൊണ്ടുവരും. ആ പറയുന്ന സ്ഥാപനത്തിന്റെ ഓണർ കൊണ്ടുവരും. 2, ആ പറയുന്ന വ്യക്തി എന്തെടുക്കും? ലോൺ എടുത്തെന്ന് വരും. ആ പറയുന്ന വ്യക്തി എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് വരും. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആരെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചെന്ന് വരും. അയാൾ എന്ത് മേടിക്കും? ക്രെഡിറ്റേഴ്സിനെ ഉണ്ടാക്കും. ആരെന്ന്? ഇപ്പൊ ഈ പറയുന്ന ഒരു പേഴ്സൺ വേറൊരു പേഴ്സന്റെ ഒരു പൈസ കടം മേടിച്ച് ദാറ്റ് പേഴ്സൺ ഇസ് കോൾഡ് വാട്ട്? ക്രെഡിറ്റർ. ഇതൊക്കെ ടേംസ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്താൽ മതി. എനിക്ക് കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ജോലി. ഓക്കെ, എന്റെ ജോലി, എന്റെ ലക്ഷ്യം അതാണ്. കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പം ഓണർ ഫണ്ട് കൊണ്ടുവരും. ഓണർ എന്തെടുക്കാം? ലോൺ എടുക്കാം. ക്രെഡിറ്റേഴ്സ് മുഖേന എന്ത് വരാം? ഫണ്ട് വരാം. ആരെന്തെങ്കിലും കടം മേടിക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? ഓണറിന്റെ ഫണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ എന്ന് പേരിട്ട് വിളിക്കും. സംശയമൊന്നുമില്ല. അതിനെ എന്താണ്? ലയബിലിറ്റി ആണോ ക്യാപിറ്റൽ? ആണ്. ഈ പറയുന്ന ഓണർ ലോൺ എടുത്താൽ അതും ലയബിലിറ്റി ആണ്. ഓണർ ആരെങ്കിലും കടം മേടിച്ചാൽ അതും ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയടേ? ഫണ്ട് കിട്ടി. ക്യാപിറ്റലായിട്ട് 20,000 രൂപ കൊണ്ടുവന്നു. ലോണായിട്ട് ഒരു 30,000 രൂപ കൊണ്ടുവന്നു. ക്രെഡിറ്റേഴ്സ് ഒരു 25,000 രൂപയും വന്നു. ടോട്ടൽ നമ്മളെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 25, 30, 55, 20, 75,000 രൂപ ടോട്ടൽ സോഴ്സ് ഓഫ് ഫണ്ടായി നമുക്ക് പറയാം. ഫണ്ടിന്റെ സോഴ്സ് നമുക്ക് കിട്ടി. ഫണ്ടിന്റെ ഉറവിടം നമുക്ക് കിട്ടി. നമ്മൾ ആ ഉറവിടം ചെകഞ്ഞെടുത്ത് ഫണ്ട് നമ്മൾ കൈക്കലാക്കി. ആര്? ആ പറയുന്ന ഓർഗനൈസേഷന്റെ ഓണർ. ഓക്കെയാണ്. ഇനി
ഈ പറയുന്ന ഓർഗനൈസേഷൻ ഓണർ ഫണ്ട് കണ്ടെത്തിയിട്ട് കയ്യിൽ വച്ചുകൊണ്ടിരുന്ന ബിസിനസ് എന്തെങ്കിലും നടക്കുമോ? ഒരിക്കലും നടക്കില്ല. യു ഹാവ് ടു അപ്ലൈ ദാറ്റ് ഫണ്ട്സ്. യു ഹാവ് ടു അപ്ലൈ ദാറ്റ് ഫണ്ട്സ്. അപ്പോൾ ഇങ്ങനെ പറയും, ആ പറയുന്ന ഈ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഴ്സ് ഓഫ് ഫണ്ട് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ആക്കണം. ഈ സോഴ്സ് ഓഫ് ഫണ്ടിന് എന്താക്കണം എന്ന് പറയും? ആപ്ലിക്കേഷൻ ആക്കണം എന്ന് പറയും. മീൻസ് ഈ പറയുന്ന ക്യാപിറ്റൽ, ഈ പറയുന്ന ലോൺ ഉപയോഗിച്ച് ആ പറയുന്ന വ്യക്തി എന്ത് ചെയ്യും? കുറച്ച് അസറ്റ് മേടിച്ചിടും. കുറച്ച് ഫിക്സഡ് അസറ്റ് മേടിച്ചിടും. ഈ പറയുന്ന ഒരു 23,000 രൂപയുടെ കുറച്ച് ഫിക്സഡ് അസറ്റ് മേടിച്ചിടും. അയാളെ പിന്നെ എന്ത് ചെയ്യും? അയാള് കുറച്ച് ഈ പറയുന്ന ഡെറ്റേഴ്സ്, അയാള് സെയിൽ നടത്തുന്ന വഴിക്ക് എന്ത് കിട്ടും? കുറച്ച് ഡെറ്റേഴ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മള് കടം കൊടുക്കുന്ന ആൾക്കാർ, ഇയാൾക്ക് കുറച്ച് പൈസ കിട്ടി, അയാൾ എന്ത് ചെയ്തു? വേറെ ആർക്കും കടം കൊടുത്തു. കടം കൊടുക്കുമ്പോൾ എന്ത് കയറി വരും? ഡെറ്റേഴ്സ് കയറി വരും. ഒരു 30,000 രൂപ ഡെറ്റേഴ്സ് കയറി വരും. 30,000 രൂപ. ഓക്കെ, ഡെറ്റേഴ്സ് കയറി വരും 30,000 രൂപ. പിന്നെ അതുപോലെ അയാള് ഈ പറയുന്ന 30,000 രൂപ ലോൺ എടുത്ത എമൗണ്ട് അയാൾ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ എന്ത് വരും? ക്യാഷ് അറ്റ് ബാങ്ക് വരും. മീൻസ് എത്രയാണ്? ഒരു എമൗണ്ട്, ഒരു 10,000 എമൗണ്ട്. അതെന്താണ്? ആപ്ലിക്കേഷൻ ഫണ്ടാണ്. മീൻസ് ഈ പറയുന്ന ക്യാപിറ്റൽ ഓണർ ഓഫ് ദ ഓർഗനൈസേഷൻ ഹാസ് അക്യൂർഡ് സം ഫണ്ട്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഏതൊക്കെ സോഴ്സസ്? സ്വന്തമായിട്ട് കൊണ്ടുവന്നു, കടമെടുത്തു, മീൻസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ക്രെഡിറ്റേഴ്സിന്റെ വാങ്ങി, കടമെടുത്തു ആൾക്കാരെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഹാസ് അപ്ലൈഡ് ദാറ്റ് ഫണ്ട്സ് ഇൻ വാട്ട് വേസ്? ഫിക്സഡ് അസറ്റ് മേടിച്ചിട്ടു. അയാൾ കുറച്ച് ആൾക്കാർ കടം കൊടുത്തു. ഇപ്പൊ ഡെറ്റേഴ്സ് ആയി. അയാൾക്ക് നാളെ അയാൾ തിരിച്ചു കൊടുക്കണം. അത് അസറ്റ് ആണ്. ഡെറ്റേഴ്സ് എന്തുകൊണ്ട് അസറ്റ്? നാളെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും ഓണറിന്. ബാങ്കിൽ കൊണ്ട് കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ക്യാഷ് ഇറ്റ് ബാങ്ക് ആയി. അയാൾ കുറച്ച് പൈസ അയാളെ കൈ തന്നെ വെച്ചിരുന്നു. ക്യാഷ് ആയിട്ട്. ഒരു 20,000 രൂപ. ബാലൻസ് ഷീറ്റ് ടാലി ആകത്തില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു 20,000 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലായത്? സിംപിളി പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ലൈബിലിറ്റീസ് ഒരു ഓണർ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ ഓണർ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണ്? അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്, ആപ്ലിക്കേഷന് വേണ്ടിയാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ നടന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെയാണേ? ഇതുവരെയുള്ള കാര്യം ഓക്കെയാണേ? സംശയമൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിനെ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ക്യാപിറ്റലും ഈ പറയുന്ന ലയബിലിറ്റിയും കൂടെ ചേരുമ്പോൾ ഈ പറയുന്ന അസറ്റ്സിന് തുല്യമാവുമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞ A is equal to L plus C എന്ന് പറഞ്ഞ എന്താണ്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലേ? എന്താണ്? A is equal to L plus C എന്താണ്? ഒരു ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലേ? ആണ് സാർ, എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം, ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ തന്നെയാണ് അല്ലേ? യെസ്. അങ്ങനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് വന്നാൽ അതിന് കൃത്യമായിട്ട് എന്തും കാണും? ഒരു ആപ്ലിക്കേഷൻ കാണും. ഒരു സോഴ്സ് ഓഫ് ഫണ്ട് വന്നാൽ അതിന് കൃത്യമായിട്ട് എന്തും കാണും? ആപ്ലിക്കേഷനും കാണും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്റെ കൈയക്ഷരം വളരെയധികം മോശമാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ ക്ലാസ്സിൽ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് കൊണ്ടുവന്നു, ബിസിനസ് സ്റ്റാർട്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വരും? ഇവിടെ ഒരു ക്യാപിറ്റൽ വരും, പിന്നെ എന്തും വരും? ഒരു ക്യാഷും വരും. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, മീൻസ് സോഴ്സ് ഓഫ് ഫണ്ട് എന്താണ്? ക്യാപിറ്റലാണ്. ആ പൈസ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്തു. എങ്ങനെ? ക്യാഷ് ആയിട്ട് അപ്ലൈ ചെയ്തു. ചുരുക്കി പറഞ്ഞ
ഒരു ബാലൻസ് ഷീറ്റ് വരച്ചാൽ ബാലൻസ് ഷീറ്റ് തുല്യമായിരിക്കും. ക്യാപിറ്റൽ എവിടെ പോകും? ഇപ്പൊ ഒരു 10,000 രൂപയാണെങ്കിൽ ക്യാപിറ്റൽ എവിടെ പോകും? ലയബിലിറ്റി സൈഡിലും പോകും, അസറ്റ് എവിടെയും പോകും, ഈ പറയുന്ന ക്യാഷ് എവിടെയും പോകും, അസറ്റ് സൈഡിലും പോകും, ബാലൻസ് ഷീറ്റ് ആയാലെയോ. ചുരുക്കി പറഞ്ഞാൽ A++ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഓക്കെ ആണേ? ഓക്കെ ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. എനിക്ക് എക്സാമ്പിൾ ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നോക്കി ഞാൻ പറയുന്നത്. അടുത്തത് ബ്രോഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 5,000 രൂപ. 5,000 രൂപ. ഇപ്പൊ ഇവിടെ നോക്കുമ്പം രണ്ടും അസറ്റ് ആണ്, രണ്ടിന്റെ ആപ്ലിക്കേഷൻ നടക്കുന്നുള്ളൂ. രണ്ടും അസറ്റ് ആണ് ഇവിടെ. ഫർണിച്ചർ അസറ്റ് ആണ്, ക്യാഷ് അസറ്റ് ആണ്. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ് ഇത് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് സാർ എന്തോന്നല്ല ഇത് പറയുന്ന എന്നൊരു ചോദ്യം വരാം. വേറെ ഒന്നുമല്ല, നമ്മളെ കയ്യില് ഇപ്പൊ 10,000 രൂപ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ബിസിനസ് തുടങ്ങി, 10,000 രൂപ ഇട്ട് ബിസിനസ് തുടങ്ങി, 10,000 രൂപ എന്തുണ്ട്? ക്യാഷ് ആയിട്ട് കയ്യിലുണ്ട്. ആ ക്യാഷ് എടുത്താണ് എന്ത് വാങ്ങിക്കുന്നത്? 5,000 രൂപയുടെ ഫർണിച്ചർ മേടിക്കുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട് കയ്യിലുണ്ട്, ക്യാപിറ്റലായിട്ട് വന്ന ക്യാഷ് ഉണ്ട്. ആ ക്യാഷ് എടുത്താണ് എന്ത് വാങ്ങുന്നത്? അങ്ങനെ മനസ്സിലാക്കണം. ആ ക്യാഷ് എടുത്താണ് എന്ത് വാങ്ങുന്നത്? ഫണ്ട് നമുക്കുണ്ട്, ക്യാപിറ്റലായിട്ട് വന്ന ക്യാഷ് കയ്യിലുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് വാങ്ങൂടെ? ഫർണിച്ചർ വാങ്ങും. എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ എന്താണ്? ആപ്ലിക്കേഷൻ ആണ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും ആണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ടും ആണ്. ഓക്കെ, നമുക്ക് ഈ അക്കൗണ്ട് ഇക്വേഷനിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അക്കൗണ്ട് ഇക്വേഷനിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. ഓക്കെ, 10,000 റുപ്പീസ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് കൂടി? ക്യാഷ് വന്നു. അപ്പം 10,000 രൂപ എന്ത് വന്നു? 10,000 രൂപ എന്ത് വന്നു? ക്യാഷ് വന്നു. സോറി, 10,000 രൂപ എന്ത് വന്നു? ക്യാഷ് വന്നു. ക്യാപിറ്റൽ എത്ര രൂപ വന്നു? 10,000 രൂപ വന്നു. എന്ത് ഈക്വൽ ആയി? അസറ്റ്സ് ഇസ് ഈക്വൽ ലയബിലിറ്റീസ് ക്യാപിറ്റൽ ആയി. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്താണ്? അസറ്റ്സും ലയബിലിറ്റീസ് എന്താണ്? തുല്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്ത വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എന്നെ കാണാം. ഓക്കെ, ബോട്ട് ഫർണിച്ചർ ഫോർ ₹5,000. 5,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. 5,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങുമ്പം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, എന്താണ് ഇവിടെ പറഞ്ഞത്? ഫർണിച്ചർ വാങ്ങുമ്പോൾ അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സോഴ്സും ഉണ്ട്. എന്താണ് അവിടുത്തെ സോഴ്സ്? നേരത്തെ ക്യാപിറ്റൽ ആയിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നില്ലേ, അതാണ് അവിടുത്തെ സോഴ്സ്. എന്താണ് ആപ്ലിക്കേഷൻ? ഫർണിച്ചർ ആണ് ഫണ്ടിന്റെ ആപ്ലിക്കേഷൻ. ഫണ്ട് എവിടെ അപ്ലൈ ചെയ്യുന്നു? അതാണ് ആപ്ലിക്കേഷൻ. ഫണ്ട് എവിടെ അപ്ലൈ ചെയ്യുന്നു? ഫർണിച്ചർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നടേ? ഫർണിച്ചർ വന്നു. ഫർണിച്ചർ വന്നു. അപ്പം ക്യാഷ് 5,000 രൂപ കുറയും. എന്ത് വന്നു? ഫർണിച്ചർ വന്നു എന്നുള്ള രീതിയിലാവും. ഫർണിച്ചർ വന്നു എന്നുള്ളൊരു രീതിയിലാവും. ഫർണിച്ചർ ക്യാഷ് കുറഞ്ഞിട്ട് ഫർണിച്ചർ വന്നു എന്നുള്ള രീതിയിലാവും. ഇങ്ങനെ കൊടുത്ത അതൊരു ഇക്വേഷൻ ആയി പോകും. ക്യാഷ് കുറഞ്ഞിട്ട് എന്ത് വന്നടേ? ഫർണിച്ചർ വന്നു എന്ന രീതിയിലാവും. ക്യാഷ് കുറഞ്ഞിട്ട് ഫർണിച്ചർ
വന്നു എന്നുള്ള രീതിയിലാവും. -5,000 പ്ലസ് 5,000 പ്ലസ് 5,000 അല്ല 50,000 ആയിപ്പോയി എന്നൊരു തോന്നല് ആയിപ്പോയി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പുതിയ ഇക്വേഷൻ എന്തായി? പുതിയ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായി നോക്കാം. ന്യൂ ഇക്വേഷൻ, പുതിയ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയായി? പുതിയ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയായി? 5,000 രൂപ ക്യാഷ് ഉണ്ട്, 5,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, മൊത്തം ലയബിലിറ്റീസ് എത്ര? 10,000 രൂപയുടെ ക്യാപിറ്റൽ. ടാലി അല്ലേ? അസറ്റ്സും ലയബിലിറ്റീസും തുല്യമല്ലേ? തുല്യമാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഈ പറയുന്ന കാര്യം കത്തുന്നില്ലേ? ഞാൻ ഈ പറയുന്ന ഫോർമാറ്റിലാണ് പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. റിസീവ്ഡ് കമ്മീഷൻ റുപ്പീസ് 25,000. 25,000 രൂപ കമ്മീഷൻ കിട്ടി. 25,000 രൂപ കമ്മീഷൻ കിട്ടി. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്, ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും സോഴ്സ് ഓഫ് ഫണ്ടും ആപ്ലിക്കബിൾ ആവുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസിന് മാത്രമാണ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസിന് മാത്രമാണ്. ബാലൻസ് ഷീറ്റിന്റെ അല്ലാത്ത ഐറ്റംസും വരത്തില്ലേ? ഉറപ്പായിട്ടും വരും. എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ വന്നില്ലേ? എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റം ഒന്നുമല്ല. കമ്മീഷൻ എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. നമുക്കറിയാം, നമ്മൾ കാരണം പഠിച്ചിട്ടിരിക്കുകയാണല്ലോ, നമുക്കറിയാം. ഏൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്, നമ്മൾ ഇൻകം ആണ്. മീൻസ് ഇതെന്താണ്? ഒരു റവന്യൂ ഐറ്റം അല്ലേ? ഇതെന്താണ് ഡേ? ഒരു റവന്യൂ ഐറ്റം അല്ലേ? ഇതെന്താണ്? ഒരു ക്യാപിറ്റൽ ഐറ്റം ആണ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആർ കാൾഡ് ക്യാപിറ്റൽ ഐറ്റം ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം എന്ന് വിളിക്കും, റവന്യൂ ഐറ്റം എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കണം നോക്കാം. 25,000 രൂപ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ എന്താണ് കിട്ടുന്നത്? ചക്കയായിട്ടോ മാങ്ങയായിട്ടോ ആണ്? അല്ല, ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. 25,000 രൂപ കമ്മീഷൻ എങ്ങനെ കിട്ടും? ചക്കയായിട്ടോ മാങ്ങയായിട്ടോ അല്ല. എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ക്യാഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? 25,000 രൂപ എന്ത് കൂടും? ക്യാഷ് കൂടും. അതേപോലെ എന്തും കൂടും? നമുക്ക് മറ്റൊരു രീതിക്ക് എടുക്കാം. അതേപോലെ എന്തും കൂടും? എന്തായിരിക്കും കൂടുന്നത്? ക്യാപിറ്റൽ കൂടും. കാരണം കമ്മീഷൻ കിട്ടുന്ന ആർക്കാണ്? സ്ഥാപനത്തിനാണ്. സ്ഥാപനത്തിന് കമ്മീഷൻ കിട്ടി, ആർക്ക് കമ്മീഷൻ കിട്ടിയ കണക്കാണ്? ഓണറിന് കമ്മീഷൻ കിട്ടിയ പോലെയാണ്. അപ്പൊ ഓണറിന്റെ ക്യാപിറ്റൽ കൂടും. അപ്പൊ ഇവിടുത്തെ പുതിയ ഇക്വേഷൻ എന്താണ്? പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? 30,000 plus 5,000 gives what? 35,000. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 15,000. 15,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങി. 15,000. ഈ ഗുഡ്സ് എന്താണെന്ന് അറിയാമല്ലോ? ഒരു സ്ഥാപനത്തിലേക്ക് വിൽപ്പനയ്ക്ക് വെക്കേണ്ട ആ സാധനത്തിനാണ് ഗുഡ്സ് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇന്റൻഡഡ് ഫോർ സെയിൽ. ഓക്കെ, അങ്ങനെ 15,000 രൂപയുടെ ഗുഡ്സ് വരുമ്പോൾ പുതിയൊരു അസറ്റ് വന്നില്ലല്ലോ ഇവിടെ. ഗുഡ്സ് എന്താണ്? സ്റ്റോക്ക് എന്താണ്? അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിന്റെ കീഴിൽ വരുന്നതിന് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം. സ്റ്റോക്ക് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു അസറ്റ് വന്നു. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയായി? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു അസറ്റ് വന്നു. അതോടൊപ്പം എന്തും കുറഞ്ഞു? നമ്മളെ ക്യാഷ് 15,000 രൂപ കുറഞ്ഞില്ലേടാ? കാരണം നമ്മളെന്താണ് ഈ പറയുന്ന 15,000 രൂപ കൊടുത്താണ് എന്ത് വാങ്ങിയത്? ഗുഡ്സ് വാങ്ങിയത്. 15,000 രൂപ എന്തായി? അപ്ലൈ ആയി. എവിടെ ആപ്ലിക്കേഷൻ വന്നു? ഗുഡ്സിലേക്ക് ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ നമ്മൾ പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? ഇപ്പൊ എത്ര രൂപ ഇനി ക്യാഷ് ഉള്ളൂ? 30,000. 30,000
30,000 രൂപ ക്യാഷ് ഉള്ളതിന് എത്ര ക്യാഷ് ഉള്ളൂ? 15,000 രൂപയെ ക്യാഷ് ആയിട്ടുള്ളൂ. 5,000 രൂപ എന്തായിട്ടുണ്ട്? ഫർണിച്ചർ ആയിട്ടുണ്ട്. 5,000 രൂപ ഫർണിച്ചർ ആയിട്ടുണ്ട്. ബാക്കി 15,000 എന്താണ്? സ്റ്റോക്കാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ എത്ര തന്നെയാണ്? നമ്മളെ ലയബിലിറ്റി എത്ര തന്നെയാണ്? 35,000 തന്നെയാണ് പുതിയ ഇക്വേഷനിൽ. മനസ്സിലാവുന്നില്ല? ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിള് received cash from X rupees 10,000. 10,000 രൂപ എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്ന് കിട്ടി. അപ്പൊ എക്സ് ആരാണ്? ഈസ് എ ക്രെഡിറ്റർ. നമുക്ക് കടം തരുന്ന വ്യക്തി ആരാണോ, അല്ലെങ്കിൽ നമ്മൾ കടം ചോദിക്കുന്ന വ്യക്തി ആരാണോ, അയാളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ക്രെഡിറ്റർ എന്ന പേരിട്ട് വിളിക്കും. ക്രെഡിറ്ററിന് എന്ത് കിട്ടി? 10,000 രൂപ ക്യാഷ് കിട്ടി. 10,000 രൂപ ക്യാഷ് കിട്ടി. എന്താണ് കിട്ടിയത്? എന്താണ് കിട്ടുന്നത്? ക്യാഷ് ആണ് കിട്ടിയത്. ആരെ കയ്യിൽ നിന്ന് കിട്ടി? ക്രെഡിറ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ എന്ന് പറയുന്ന സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കിട്ടി. ക്രെഡിറ്റർ എന്ന് പറയുന്ന സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം, ക്രെഡിറ്റർ എന്ന് പറയുന്ന സോഴ്സ് ഓഫ് ഫണ്ടിൽ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ക്രെഡിറ്റർ അങ്ങനെ പൈസ തന്നുകൊണ്ട് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ വരും. 10,000 രൂപ എന്ത് ചെയ്യും? ക്യാഷ് കൂടും. 10,000 രൂപ എവിടെയും കൂടും? ലയബിലിറ്റിയുടെ കോളത്തിലും കൂടത്തില്ലേ? ലയബിലിറ്റി കോളത്തിലും കൂടത്തില്ലേ? ക്യാഷ് എവിടെയും കൂടും. ഈ പറയുന്ന ലയബിലിറ്റിയുടെ കോളത്തിലും കൂടത്തില്ലേ? കൂടും. ഇല്ലാത്ത സ്ഥലത്ത് എന്താണ്? 0 ആണ്. അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെയൊക്കെ 0 ആണ് വരുന്നത്. കാരണം അവിടെ എന്തില്ല? ഐറ്റംസ് ഇല്ല. ഐറ്റംസ് ഉള്ള സ്ഥലം മാത്രം നമ്മൾ ഫില്ല് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? ഇവിടെ നിങ്ങളെല്ലാം പറ. ഇവിടുത്തെ പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാഷ് എത്രയായി? 25,000 രൂപ ക്യാഷ് ആയി. 5,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. 15,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. മൊത്തവും 10,000 ഉണ്ട്. പിന്നെ എത്രയുണ്ട്? 35,000 രൂപ ക്യാപിറ്റലും ഉണ്ട്. ചുരുക്കി പറഞ്ഞ എത്രയുണ്ട്? രണ്ട് സൈഡ് എത്രയുണ്ട്? ഇപ്പം എത്രയുണ്ട്? 45,000 ഇല്ലേ? ഉണ്ട്. ഇതാണ് എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. സാറ് ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് എഴുതുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അങ്ങ് ചെയ്യുക. പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. നമ്മളിത് എന്താണ്? റാപ്പിഡ് റിവിഷൻ ആണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് മോട്ടീവ്. ഓക്കെ, അക്കൗണ്ട് ഇക്വേഷൻ ഇതാണ്. ഓക്കെ ആണോ? ചെറിയൊരു സമയം കൊണ്ട് ഞാൻ വലിയൊരു കാര്യം പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളൂടെ പറയണോ? പറയല്ലേ? ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട് ഇക്വേഷൻ നിർത്താം. അക്കൗണ്ട് ഇക്വേഷൻ അത്രേ അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കും. പരീക്ഷയ്ക്ക് നല്ല മാർക്കിന് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? എഴുതും. ഇനി നമുക്കൊരു വെറൈറ്റി സാധനം പിടിക്കാം. വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ₹3,000. പേഴ്സണൽ യൂസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷ് എന്ത് ചെയ്തേ? വിഡ്രോ ചെയ്തു, പിൻവലിച്ചുകൊണ്ട് പോയി. അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോകണം എന്ത് പേരിട്ട് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് പേരിട്ട് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡ്രോയിങ്സ് എന്ന പേരിട്ട് വിളിക്കും. ഡ്രോയിങ്സ് എന്ന പേരിട്ട് വിളിക്കും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, പൈസയാണ് പിൻവലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ക്യാഷ് കുറയും. പൈസയാണ് പിൻവലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ എന്ത് കുറയും?
ക്യാഷ് കുറയും, സംശയമൊന്നുമില്ല. ക്യാഷ് കുറയും. ഓക്കെ, ഈ പറയുന്ന ക്യാഷ് ആരാണ് ഇനി തിരിച്ച് ഓർഗനൈസേഷനെ കൊണ്ടുവരേണ്ടത്? ഭാവിയിൽ ഓണറല്ലേ കൊണ്ടുവരേണ്ടത്, പുള്ളിയല്ലേ പിൻവലിച്ചുകൊണ്ടുപോയത്. പുള്ളി ഇത് ഭാവിയിൽ കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്ത്? ഡ്രോയിങ്സ്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലെസ് നെറ്റ് ലോസ് ലെസ് ഡ്രോയിങ്സ്. ഒരു ഓണർ സ്വന്തം ആവശ്യത്തിന് എടുത്തോണ്ട് പോകണ പൈസ നമ്മൾ എന്ത് ചെയ്യൂടെ? കുറച്ച് മാറ്റും ക്യാപിറ്റലിൽ നിന്ന്. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യും? കുറച്ച് മാറ്റും 3000 രൂപ. അപ്പൊ പുതിയ ഇക്വേഷൻ എങ്ങനെ വരും ഇവിടെ? പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? ക്യാഷ് എത്രയായിട്ട് മാറും? 22,000 രൂപ ക്യാഷ്, 5,000 രൂപ ഫർണിച്ചർ, 15,000 രൂപ സ്റ്റോക്ക്, 10,000 രൂപ ലയബിലിറ്റി അവിടെ ഉണ്ട്. 32,000 രൂപ എന്തും വരും? ക്യാപിറ്റലും വരും. രണ്ട് സൈഡ് എത്ര തന്നെ വരും? 42,000 രൂപ തന്നെ വരും. ഇതാണ് എന്ത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇതാണ് എന്തിനെ പറ്റി പറയാനായിട്ടുള്ളത്? അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എ ഗെയിം ബിറ്റ്വീൻ സോഴ്സ് ഓഫ് ഫണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, ഇതൊരു അടിപൊളി, നമുക്ക് അടിച്ചു പൊളിച്ച് ഇത് പഠിച്ചു പോവാം. കാരണം അത്രേ ഉള്ളൂ ഇത് അക്കൗണ്ടിങ്. +1 അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ആ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി അക്കൗണ്ടിങ്ങിന് എന്തിനൊക്കെ പഠിച്ചെന്നുണ്ട് കാര്യമില്ല, ഈ പറയുന്ന ബേസ് അറിഞ്ഞില്ലെങ്കിൽ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ എന്തിനെ പറ്റി പറയാനായിട്ടുള്ളത്? അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റി പറയാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് സെഷൻ ഇതാണ്, അക്കൗണ്ടിങ് ഇക്വേഷൻ.